വി ഉണ്ണികൃഷ്ണൻ, ബി.ജെ.പിയെ സംബന്ധിച്ച് പാലക്കാട് ഇപ്പോൾ ഉള്ള ആത്മവിശ്വാസം എത്രത്തോളമാണ്? നേരത്തെ സ്ഥാനാർത്ഥിയും വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളേറെ പ്രതീക്ഷ പുലർത്തുന്ന മുനിസിപ്പാലിറ്റിയിൽ പോളിംഗ് ശതമാനം കുറവാണ് എന്നൊരു ഘടകമുണ്ട്. അപ്പോൾ ഈ ശ്രീധരന് ലഭിച്ചതിനേക്കാൾ എത്ര വോട്ട് കൂടുതൽ സി കൃഷ്ണകുമാർ നേടും? സ്മൃതി, ഇതിൽ താങ്കൾ പറഞ്ഞ ഒരു ആ ഇൻട്രോ ഞാനൊന്ന് വിമർശനാത്മകമായി തന്നെ പരിശോധിക്കുകയാണ്. തൃശ്ശൂരിലെ വിജയത്തെ താങ്കൾ അപകടകരമായ നിഷ്പക്ഷത എന്നാണ് താങ്കൾ സൂചിപ്പിച്ചത്. തൃശ്ശൂരിലെ വിജയം അപകടകരമായ നിഷ്പക്ഷതയല്ല, ഗുണപരമായ നിഷ്പക്ഷമതികളുടെ വോട്ടിൻ്റെ ഭാഗമായിട്ടാണ് തൃശ്ശൂരിൽ വിജയം ഉണ്ടായിട്ടുള്ളത് എന്ന് ആദ്യമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥ ആകെ മാറിയിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൻ്റെ രാഷ്ട്രീയം ബി.ജെ.പിക്ക് അനുകൂലമായി ചിന്തിക്കുന്ന രാഷ്ട്രീയമായി മാറിയിരിക്കുന്നു. തൃശ്ശൂരിലെ വിജയം അതിൻ്റെ ഉദാഹരണമാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തായിരുന്ന സുരേഷ് ഗോപി ഒരിക്കലും വിജയിക്കില്ല എന്നാണ് മാധ്യമങ്ങളും പ്രതിപക്ഷങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി 3,00,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ച് MP ആയി കേന്ദ്രമന്ത്രിയായിരിക്കുന്നു. ആറ്റിങ്ങലിൽ ബി.ജെ.പി 2ാം സ്ഥാനത്തിന് വിജയത്തിന് സമാനമായ മുന്നേറ്റം നടത്തിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് മുന്നേറ്റം. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം ആകെ മാറിയിരിക്കുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പാണല്ലോ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യും. ചില കാര്യം നമുക്ക് പിന്നീട് വരാമെന്ന് പറയും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ വിജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഇപ്പോൾ ബി.ജെ.പി ജയിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായി മാറിയിരിക്കുന്നു. നേരത്തെ ബി.ജെ.പിയുടെ വിമർശനം നേമം എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ MLA ഉണ്ടായിരുന്നു. അത് പരാജയപ്പെട്ട് തകർന്ന തരിപ്പണമായ പാർട്ടി എന്നൊക്കെയാണ് നിങ്ങൾ വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ ബി.ജെ.പി കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചോളം വിജയിക്കുന്ന MP വിജയിപ്പിച്ച് ലോക്സഭയിലേക്ക് MP വിജയിപ്പിച്ച് കേന്ദ്രമന്ത്രിയാക്കിയ പാർട്ടിയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഞാൻ ചാലക്കരയിലുണ്ടായിരുന്നു, ഞാൻ പാലക്കാടുണ്ടായിരുന്നു. ഞാൻ കണ്ടൊരു ചിത്രം, നിരവധി സ്ഥലങ്ങളിൽ പോയ സമയത്ത് ഡോക്ടർ ഇ ശ്രീധരനെ പരാജയപ്പെടുത്തിയതിൽ ഞങ്ങൾക്ക് വളരെ ദുഃഖമുണ്ട്. അദ്ദേഹം പരാജയപ്പെട്ടതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. ആ പരാജയപ്പെടുത്തിയതിന് കാരണക്കാരൻ ഇടതുപക്ഷമാണെന്ന് ചിന്തിക്കുന്ന ജനങ്ങളാണ്. അത് AK ബാലൻ പറഞ്ഞു. ഞങ്ങളുടെ മതേതര വോട്ടുകളെല്ലാം തന്നെ ശ്രീധരനെ തോൽപ്പിക്കാൻ വേണ്ടി ഷാഫിക്ക് പോയി. സരിനും അതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബി.ജെ.പിയെ തോൽപ്പിക്കാൻ വേണ്ടി ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് കരിനീക്കിയ ഒരു ചതിയുടെ ചരിത്രം ഇവിടുത്തെ വോട്ടർമാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവിടെ കൃഷ്ണകുമാർ തെരഞ്ഞെടുപ്പിനെ മത്സരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആധികാരികമായി തന്നെ പറയുന്നു, ബി.ജെ.പി ഈ തെരഞ്ഞെടുപ്പിൽ നാളെ രാവിലെ 7 മണിക്ക് വോട്ടെണ്ണി തുടങ്ങുമ്പോൾ ബി.ജെ.പിയുടെ വിജയം സുനിശ്ചിതമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. താങ്കൾ സൂചിപ്പിച്ചു മുനിസിപ്പാലിറ്റിയിലെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞു എന്ന് പറഞ്ഞു. ഞങ്ങൾ വളരെ കൃത്യമായി തന്നെ പറയുന്നു, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഞങ്ങൾക്ക് ലഭിക്കേണ്ട വോട്ടുകളുടെ 100% പോൾ ചെയ്യപ്പെടണം. മറ്റു വോട്ടുകൾ പോൾ ചെയ്യപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾ പരിശോധിച്ചിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് ലഭിക്കാവുന്ന വോട്ടുകൾ ഞങ്ങൾ കണക്കാക്കി, ഞങ്ങൾക്ക് സാധ്യതയുള്ള വോട്ടുകൾ കണക്കാക്കി, ആ വോട്ടുകൾ പൂർണ്ണമായും ചെയ്യിക്കാൻ വേണ്ടി പരിശ്രമമാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ, ഒരു മിനിറ്റ്. നിങ്ങൾ ഇപ്പോൾ ഈ ആന്റി ഇൻകംബൻസി സർക്കാരുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അതേ രൂപത്തിൽ തന്നെ സി കൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ടുമുണ്ട് എന്ന് പറഞ്ഞാൽ താങ്കൾ എത്രത്തോളം യോജിക്കും? അതൊരു ചോദ്യം. രണ്ടാമത്തത്, ഈ ശ്രീധരനെ തോൽപ്പിച്ചതിൽ ദുഃഖമുണ്ട് എന്ന് പറയുമ്പോൾ സി കൃഷ്ണകുമാർ നേരത്തെയും മത്സരിച്ചിട്ടുണ്ട്. സി കൃഷ്ണകുമാർ ഈ ശ്രീധരന് ശേഷം വീണ്ടും മത്സരിച്ച് പരാജയപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും മത്സരിക്കുന്നത്. അപ്പോൾ ഈ ശ്രീധരനെ തോൽപ്പിച്ചതിലുള്ള ദുഃഖം ലോക്സഭയിൽ തോറ്റ സി കൃഷ്ണകുമാറിനോട് ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും, അല്ലെങ്കിൽ അദ്ദേഹത്തെ വിജയിപ്പിക്കാനുള്ള ഒരു തോന്നലിലേക്ക് ആളുകൾ എത്തുമെന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് അത് പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിയുന്നത്? ഞാൻ പറയാം തീർച്ചയായിട്ടും ഞാൻ പറയാം. ഇപ്പോൾ നമുക്കറിയാം, താങ്കൾ പറഞ്ഞു സി കൃഷ്ണകുമാറിനെതിരെ ഒരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ എന്താണ്. സി കൃഷ്ണകുമാർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി മലമ്പുഴ മണ്ഡലത്തിൽ അച്യുതാനന്ദനെ വിറപ്പിച്ച് 2ാം സ്ഥാനം നേടിയ വ്യക്തിയാണ്. മലമ്പുഴ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണയും 2ാം സ്ഥാനം നേടിയ വ്യക്തിയാണ്. അദ്ദേഹം നഗരസഭാ വൈസ് ചെയർമാനായിരുന്ന വ്യക്തിയാണ്. 3 വാർഡുകളിൽ അതിശക്തമായ തരംഗങ്ങൾക്കെതിരായി പോരാടി ജയിച്ച വ്യക്തിയാണ്. കൃഷ്ണകുമാറിന് പാലക്കാട് അസംബ്ലി മണ്ഡലത്തിലുള്ള സ്വാധീനം എത്രയാണെന്ന് എല്ലാവർക്കും അറിയാം. ആ സ്വാധീനം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളെ തുരുപ്പുശീട്ടായിട്ടുള്ളത്. അതേ സാഹചര്യത്തിൽ തന്നെ താങ്കൾ സൂചിപ്പിച്ച പോലെയുള്ള നഗരസഭയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ഈ ശ്രീധരനെതിരെ ഉണ്ടായ വികാരം, ഈ ശ്രീധരനെ തോൽപ്പിച്ചതിലുള്ള സങ്കടം എന്ന് പറഞ്ഞാൽ CPM തോൽപ്പിച്ചു. CPMൻ്റെ AK ബാലൻ വളരെ കൃത്യമായി ഞങ്ങളുടെ മതേതര വോട്ടുകളെല്ലാം ഷാഫിക്ക് പോയി. അതിനർത്ഥം താങ്കൾക്കറിയാമല്ലോ. അതുപോലെ സരിന് സൂചിപ്പിച്ചു. അപ്പോൾ ഈ ഒരു പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ ഇത്തവണ ബി.ജെ.പി വിജയിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കരുതുന്നു. ശ്രീധരൻ സാറിൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ, അദ്ദേഹം നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഈ പാലക്കാട് നിന്ന് നിയമസഭയിലേക്ക് ഒരു MLA ഉണ്ടാവണം എന്നാഗ്രഹിക്കും. ഇത് മാത്രമല്ല സ്മൃതി,
മുനമ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൽപ്പാത്തിയിലേക്കും അതുപോലെ തന്നെ മുനമ്പത്തിൻ്റെ വഖഫിൻ്റെ കടന്നുകയറ്റമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് കേരള നിയമസഭയിൽ ഈ വഖഫ് വിഷയം പാർലമെൻറ്റിൽ പാസ്സാക്കുന്നതിന് മുൻപ് തന്നെ, ചർച്ച ചെയ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലെ നിയമസഭ പാസ്സാക്കി, ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് അതിനെതിരെ പ്രമേയം പാസ്സാക്കിയ സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് കേരളത്തിൽ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ വേണ്ടി ഒരു MLA ഉണ്ടാവണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. തൃശ്ശൂരിൽ നിന്ന് എങ്ങനെയാണോ സുരേഷ് ഗോപി MP ആയി തെരഞ്ഞെടുത്ത ലോക്സഭയിലേക്ക് അയച്ചത്, അതേ രീതിയിൽ കേരളത്തിൻ്റെ നിയമസഭയിലേക്കും പാലക്കാട്ട് നിന്നാണല്ലോ നേരത്തെ O രാജഗോപാൽ എന്ന് പറയുന്ന പാലക്കാട്ടുകാരൻ നിയമസഭയിൽ, അതേപോലെ പാലക്കാട്ട് നിന്നും പാലക്കാട്ടുകാരനായ C കൃഷ്ണകുമാർ എന്ന് പറയുന്ന ജനകീയനായ, മലമ്പുഴയിൽ 2 തവണ 2ാം സ്ഥാനത്തെത്തിയ, 3 തവണ മത്സരിച്ച് പാലക്കാട് പല വാർഡുകളിൽ നിന്നും വിജയിച്ച, നഗരസഭ വൈസ് ചെയർമാനായി തിളങ്ങി നിൽക്കുന്ന കേരളത്തിൻ്റെ അല്ലെങ്കിൽ പാലക്കാട്ടുകാരനായിട്ടുള്ള C കൃഷ്ണകുമാർ സഭയിലെത്താൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ പാലക്കാട് നഗരസഭയിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞാലും ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട് പാലക്കാട് നഗരസഭയിൽ കൃത്യമായിട്ടുള്ള ഈ ശ്രീധരൻ ലഭിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷം കൃഷ്ണകുമാർ ലഭിക്കും. പിരായിരി അടക്കമുള്ള, കണ്ണാടി അടക്കമുള്ള, മാത്തൂർ അടക്കമുള്ള പഞ്ചായത്തിൽ ഞങ്ങൾ വലിയ മുന്നേറ്റം നടത്തി ഞങ്ങളെ സംബന്ധിച്ചുള്ള ആധികാരികമായ വിജയം തന്നെ പാലക്കാട് നേടും എന്ന് ആത്മവിശ്വാസമുണ്ട്. ഞാൻ തൃശ്ശൂരിൻ്റെ ചാർജ് ഉണ്ടായിരുന്ന ആളായിരുന്നല്ലോ. ആ സമയത്ത് തൃശ്ശൂരിൽ ഞങ്ങൾ എന്താ പറഞ്ഞത്, 25,000 വോട്ടിന് മിനിമം ഞങ്ങൾ ജയിക്കും, തരംഗമുണ്ടായാൽ 50,000 കടക്കും. അതുകൊണ്ട് തന്നെ ഞാൻ കൃത്യമായി തന്നെ പറയുന്നു, പാലക്കാട് ആധികാരികമായി വിജയം. 3ാം സ്ഥാനത്ത് നിന്നും തൃശ്ശൂരിൽ ജയിക്കാമെങ്കിൽ 2ാം സ്ഥാനത്തുള്ള പാലക്കാട് ഞങ്ങൾ പിടിച്ചിരിക്കും. നാളെ രാവിലെ നമുക്ക് കാണാം. എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.